So first we can discuss some problems on RSA algorithm. Problems based on RSA algorithm. So one problem is in the case of RSA, we know that we have to select two large prime numbers, then corresponding to each communicating entity we will have to select two prime numbers. അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാം ആലീസ് എന്നുള്ളൊരു കേസ് എടുക്കുക, ആലീസ് ആൻഡ് ബോബ്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം, ഒരു കീ പെയർ വേണം, അതായത് പ്രൈവറ്റ് കീ പബ്ലിക് കീ വേണം. പ്രൈവറ്റ് കീ വേണം, പബ്ലിക് കീ വേണം. ഇവിടെയും എന്താണ്, പ്രൈവറ്റ് കീ പബ്ലിക് കീ വേണം, നമുക്കറിയുന്നതാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കേസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആലീസ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബോബ്. അപ്പോൾ ബോബിനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആലീസിൻ്റെ പബ്ലിക് കീ അറിയണം. ആ പബ്ലിക് കീ വെച്ചിട്ടായി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൗ ടു കമ്പ്യൂട്ട് ദി കീ പെയേഴ്സ് അറ്റ് ബോബ് സൈഡ്, അത് നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആക്ച്വൽ കേസിൽ ഞാൻ പറഞ്ഞു വി ഹാവ് ടു കൺസിഡർ വെരി ലാർജ് പ്രൈം നമ്പേഴ്സ്, ബട്ട് ഇൻ ദിസ് കേസ് for simplicity we are considering small prime numbers. So assume that our two prime numbers are p is equal to 11 and q, second prime number q is equal to 7. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, we have to compute n is equal to pq. ഇവിടെ എന്ത് വരും, n ൻ്റെ വാല്യൂ എന്ത് വരും, we will get 77. Okay, that is our modulus. Then next പിന്നെ എന്താ ചെയ്യേണ്ടത്, phi of n കണ്ടുപിടിക്കണം. That is equal to phi of 77. That is same as p minus 1 into q minus 1. നമുക്ക് നേരത്തെ അറിയുന്ന റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് 10 into 6 p minus 1 into q minus 1. So this will be 60. So phi of n is 60. അത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഇവിടുത്തെ പബ്ലിക് കീ ഇപ്പോൾ നമുക്ക് ആൾറെഡി അറിയാം. എന്താണ് പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീ ഈസ് n, e അല്ലെങ്കിൽ e, n whatever. ജസ്റ്റ് ഈ രണ്ട് e, n അങ്ങനെയാണ് നമ്മൾ പറയാറ്. ദെൻ പ്രൈവറ്റ് കീ എന്തായിരുന്നു, പ്രൈവറ്റ് കീ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഒരു കേസുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഓക്കെ, ബിഫോർ ദാറ്റ് വി ഹാവ് ടു സെലക്ട് ദിസ് ഇ ആൾസോ. ഇയും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. പബ്ലിക് കീ നമ്മൾ കംപ്ലീറ്റ് ആയില്ല. ഓക്കെ, സോ വി ഹാവ് ടു സെലക്ട് വൺ വാല്യൂ ആസ് പബ്ലിക് കീ. അപ്പോൾ ഈ എന്നുള്ളൊരു വാല്യൂ സെലക്ട് ചെയ്യണം. ആ ഇൻ്റെ പ്രത്യേകത നമുക്കറിയാം. എങ്ങനെ സെലക്ട് ചെയ്യണം, വി ഹാവ് ടു സെലക്ട് ആൻ ഇ സച്ച് ദാറ്റ് GCD of GCD of e, phi of n. phi of n is equal to 1. അതായത് phi of n-യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു ഈ വാല്യൂ ആണ് വേണ്ടത്. ഏതെങ്കിലും നമ്പർ നമ്മൾ എടുത്താൽ പോരാ, ഈ 60യെക്കാളിലും ലെസ് ദാനും ഇതുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കണം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കേസായിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു വിചാരിക്കുക. വി ആർ സെലക്ടിങ് 13 എന്നുള്ളത് 60യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. എന്തായാലും 13 ഈസ് നോട്ട് ഓക്കെ, ദി ലാർജസ്റ്റ് എന്താ പറയുക, GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഫോർ 60 and 13 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ അവർ പബ്ലിക് കീ ഈസ്, അപ്പോൾ ഇവിടെ നമ്മുടെ പബ്ലിക് കീ എന്തായി,
പബ്ലിക് കീ ഈസ് ഈക്വൽ ടു ഇ എന്നുള്ളത് 13, എൻ എന്നുള്ളത് എന്താണ് 77. അതാണ് ആരുടെ നമ്മളിപ്പോൾ ഈ കേസിൽ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ബോബിൻ്റെ കേസിലുള്ള കീസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ദി പബ്ലിക് കീ ഫോർ ബോബ് സൈഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? പബ്ലിക് കീ ആയി. നെക്സ്റ്റ് ഈസ് ഹൗ ടു കമ്പ്യൂട്ട് ദി പ്രൈവറ്റ് കീ. അപ്പോൾ പ്രൈവറ്റ് കീ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് കീ, അസ്യൂം ദാറ്റ് ഡി ഈസ് അവർ പ്രൈവറ്റ് കീ, ഡി ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇ ഇൻവേഴ്സ് മോഡ് ഫി ഓഫ് എൻ, മോഡ് ഫൈ ഓഫ് എൻ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് ഇ അണ്ടർ മോഡ് ഫൈ ഓഫ് എൻ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കണം? ഈക്വൽ ടു അവർ ഇ ഈസ് 13 ഇൻവേഴ്സ് മോഡ് ഫൈ ഓഫ് എൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ എൻ അല്ല, ഫൈ ഓഫ് എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് 60. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 13 ഇൻവേഴ്സ് അണ്ടർ മോഡ് 60. 13ൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം മോഡ് 60ക്കകത്ത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? 60നെക്കാട്ടിലും ഒരു സിമ്പിൾ മെത്തേഡ്, 60യെക്കാട്ടിലും ലെസ്സറായിട്ടുള്ള എല്ലാ നമ്പേഴ്സും. വേറെ മെത്തേഡുണ്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, എക്സ്റ്റൻഡഡ് യൂക്ലിഡിയൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ഒരു സിമ്പിൾ മെത്തേഡ് എന്നുള്ള രീതിയിൽ എന്താണ് 60യെക്കാളും ലെസ്സറായിട്ടുള്ള നമ്പേഴ്സിന് 13 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡ് 60 അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴാണ് 1 കിട്ടുന്നത് അതിന് നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയാം. കാരണം ഇത് രണ്ടും ഇൻവേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ഡി ഇൻറ്റു ഇ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 1 mod n. If they are inverse, their product E and D will be congruent to 1 mod n ആയിരിക്കും. നമുക്കറിയുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ 13ൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമുക്കൊരു സിമ്പിൾ മെത്തേഡ് എന്നുള്ള രീതിയിൽ നമുക്കതിൻ്റെ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡി എന്ന് വിചാരിക്കുക. ദിസ് ഈസ് അവർ ഡി and okay, this is d into our d into 13. നമ്മുടെ കേസിൽ ഇപ്പോൾ ഇ എന്നുള്ള 13 ആണല്ലോ. 13 നമുക്ക് അടുത്ത കോളത്തിനകത്ത് equal to d into 13 മോഡ് എന്ത് വെച്ചിട്ടാണ് നമുക്ക് മോഡ് ചെയ്യേണ്ടിയിരുന്നത്? 60 വെച്ചിട്ടാണ് മോഡ് ചെയ്യേണ്ടിയിരുന്നത്. മോഡ് 60 ആണ് അടുത്ത കോളത്തിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം 1 മുതൽ to 59 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മളെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈക്വൽ ടു സ്റ്റാർ. ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്, നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിനെല്ലാം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതൊക്കെ എന്താണ്? ഇത് ഇൻറ്റു ഇത് ചെയ്തു, ഡി ഇൻറ്റു 13. നമുക്ക് അതിൻ്റെ മോഡ് കിട്ടണം. ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് ദിസ് 60 മോഡ് അപ്ലൈ ചെയ്യാണ്. നമ്മൾക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 എന്നുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 1 എന്നുള്ള റിസൾട്ട് എവിടെ കിട്ടിയത്? മോഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഡി ഇൻറ്റു 13 മോഡ് 60 ചെയ്യുമ്പോൾ 1 എവിടെയാണ് കിട്ടുന്നത്? 13 കിട്ടിയ 26, 39, 52, 5 ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഹിയർ
ഇറ്റ് ഈസ് 1. അതായത് 37 ഇൻറ്റു 37 നമ്മൾ 13 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റു ആൻഡ് മോഡ് 60 അപ്ലൈ ചെയ്തപ്പോൾ 1 കിട്ടി. സോ 37 ഈസ് ദി ഇൻവേഴ്സ് ഓഫ് 13. ഓക്കെ. So this is same as this is equal to 37 mod 60, that is equal to okay mod 60 or d is equal to 37. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈവറ്റ് കീ കണ്ടുപിടിച്ചു. ഓക്കെ. So the private key will be is equal to എന്താണ് 37,77. അപ്പോൾ നമ്മൾ ബോബിൻ്റെ സൈഡിലുള്ള പബ്ലിക് കീയും കണ്ടുപിടിച്ചു, പ്രൈവറ്റ് കീയും കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ആലീസിനൊരു മെസ്സേജ് ഇങ്ങോട്ട് എൻക്രിപ്റ്റ് ചെയ്ത് വിടണം. എക്സാമ്പിൾ ആലീസിൻ്റെ മെസ്സേജ് എന്നുള്ള തൽക്കാലം നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യാണ് m is equal to 9. ആലീസിൻ്റെ ഒരു മെസ്സേജ് ഇതാണ്, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 9 എന്നാണെന്ന് വിചാരിക്കാം. ആലീസ് വാണ്ട്സ് ടു സെൻഡ് ദിസ് മെസ്സേജ് ടു ബോബ് ബൈ എൻക്രിപ്റ്റിംഗ് വിത്ത് RSA അൽഗോരിതം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ബോബിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യേണ്ടത്. നമുക്കതിൻ്റെ അൽഗോരിതം അറിയാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? സിഫർ ടെക്സ്റ്റ് C is equal to m to the power e mod n. ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? C is equal to m is equal to 9 ആണ്. ഇൻ്റെ വാല്യൂ എന്തായിരുന്നു? നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച വാല്യൂ എന്തായിരുന്നു? 13 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ 9 to the power 13 mod എന്താ എന്നിൻ്റെ വാല്യൂ 77. ഇവിടെ നമ്മൾ n തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കേസിലാണ് ഫൈ ഓഫ് n യൂസ് ചെയ്യുന്നത്. എന്തിനായിരുന്നു? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ. പിന്നെ ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ഇത്രയും വലിയ പവർ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ചില കേസിൽ. ഇത് ചെറിയ നമ്പറാണ്, വലിയ നമ്പർ ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സൽ ഷീറ്റിൽ എടുക്കുകയെന്ന് വിചാരിക്കും. ഓക്കെ, ദിസ് ഈസ് അവർ ഈക്വൽ ടു നമുക്ക് എത്ര വേണ്ടിയിരുന്നത്? 9 to the power. നമുക്ക് പവർ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. 9 to the power 13 അല്ല, 9 to the power 13 അല്ലേ. അപ്പോൾ അത്രയും വലിയൊരു നമ്പറിൻ്റെ കേസിൽ ചിലപ്പോൾ അതൊരു ഓക്കെ ഇതിൻ്റെ കേസിൽ നമ്പർ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു മോഡ് ഓഫ് ദിസ് കോമ എത്രയായിരുന്നു? നമുക്ക് 77 അല്ലേ, 58. സോ ദി ആൻസർ ഈസ് 58. ഇതാണ് നമ്മുടെ 9 to the power 13. അതിൻ്റെ മോഡ് 77 നമ്മൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ വാല്യൂ 58 എന്നാണ് ആൻസർ കിട്ടുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, എനിഹൗ ദിസ് ഈസ് 58. ഞാനിപ്പോൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി തൽക്കാലം എക്സൽ ഷീറ്റ് യൂസ് ചെയ്തു. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി 58. This is the ciphertext. So that ciphertext will be, after encryption, that message will become 58 and that will be transmitted. അപ്പോൾ എന്തായി? ബോബിന് കിട്ടി.
ബോബിന് അത് എൻക്രിപ്റ്റഡ് ഫോമിലാണ്. ബോബിന് അറിയില്ല എന്താണ് അതിലെ കണ്ടൻറ്റ് എന്നുള്ളത്. ബോബ് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ടു ഡീക്രിപ്റ്റ് അറ്റ് ബോബ് സൈഡ്, ടു ഡീക്രിപ്റ്റ് അറ്റ് ബോബ് സൈഡ് എന്ത് ചെയ്യണം? മെസ്സേജ് ഈസ് ഈക്വൽ ടു c to the power d mod n. അപ്പോൾ നമ്മുടെ കേസിൽ എന്ത് വരും? ഈക്വൽ ടു 58 to the power ഡിൻ്റെ വാല്യൂ എന്താണ്? 37 മോഡ് എന്നിൻ്റെ വാല്യൂ 77. ഇത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തൽക്കാലം എക്സൽ ഷീറ്റ് തന്നെ യൂസ് ചെയ്യാണ്. ഈക്വൽ ടു 57 to the power 37. അതിൻ്റെ വാല്യൂ എന്ത് വരും? ഇങ്ങനെ ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇത് വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്രാക്ഷനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് ഈസി ആക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഇത്രയും വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് മുമ്പൊരു റിസൾട്ട് നമുക്കിങ്ങനെ അറിയാം. എന്താണ്? a ഇൻറ്റു ബി മോഡ് n is same as a mod n into b mod n whole mod n. ഇങ്ങനെ പ്രോപ്പർട്ടി നമുക്കറിയാം. a ഇൻറ്റു ബി മോഡ് n is same as a mod n ഇൻറ്റു b mod n mod n. അപ്പോൾ അതേ സംഭവം നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 58 to the power 5 നോക്കാം. 58 to the power 5 എന്ത് വരും? സോറി, നമ്മൾ 57 എന്നാണ് കൊടുത്തത്. എനി ഹൗ ഓക്കെ, 58 അവർ കേസ് ഈസ് 58. സോ അത് കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് വലിയ നമ്പർ തന്നെയാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. 58 to the power 5 കൊടുത്ത് നോക്കി ഞാൻ. അപ്പോൾ ഒരു ചെറിയ നമ്പർ കിട്ടുന്നുണ്ട് നമുക്ക്. ചെറിയ നമ്പർ മീൻസ് ഒരു നമ്പർ കിട്ടി. അപ്പോൾ മോഡ് 77 ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 67 എന്ന് കിട്ടി. ഓക്കെ, 58 to the power 5 mod 77. So we'll got mod 77 is equal to 67. Okay, 67. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് അതിൻ്റെ 58 to the power 10 നോക്കാം. 58 to the power 10 mod 77 is same as 58 to the power 5 mod 77 into 58 to the power 5 mod 77 whole mod 77. ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം നമുക്ക്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഹേമന്ത്? ഹേമന്ത് കേൾക്കുന്നില്ലേ? ആ ഓക്കെ. Okay, so
അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് സെയിം ആസ് 67 ഇൻറ്റു 67 മോഡ് 77. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 67 ഇൻറ്റു 67 is equal to 67 star 67. ഇത് 4489 വരും. മോഡ് 77 ചെയ്യുമ്പോൾ 23 കിട്ടും. ഓക്കെ, so this value will become 23. This is same as 23. അതുകൊണ്ട് നമുക്ക് എന്താണ് 58 to the power 20 മോഡ് 77 ഇതുപോലെ ചെയ്യാം. അതെന്താണ്? This will be same as 58 to the power 10 mod 77 into 58 to the power 10 mod 77 all to the mod 77. അപ്പോൾ എന്ത് വരും? This will become 23 into 23 mod 77. ഓക്കെ, അപ്പോൾ അതെത്ര വരും നമുക്ക്? സോ ദിസ് ഈസ് ഈക്വൽ ടു 23 ഇൻറ്റു 23 മോഡ് 77 ചെയ്യുമ്പോൾ വീണ്ടും 67 തന്നെയാണ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 67. ഇനി സിമിലർലി 58 to the power 30 മോഡ് 77 എന്നുള്ളത് എന്ത് വരും? 58 to the power 20 mod 77 into 58 to the power 10 mod 77 that is equal to the power 20 is 67 into 10 എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 23 ആണ്. 23 mod 77 എന്ത് വരും? 67 into 23 is equal to 67 into 23. That value is 1 actually. So this will become 1. Then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 58 to the power 37. Okay, so 58 to the power 37 mod 77 is equal to 58 to the power 30 mod 77 into 58 to the power 6 or okay 5 mod 77 into 58 to the power 2. Okay, 77 mod 77. So the value will be ഇവിടെ എന്താ വന്നിരുന്നത്? 1 into 58 to the power 5 എന്തായിരുന്നു? 67. So 67 into 58 square mod 77. ഇതിൻ്റെ വാല്യൂ എന്താ വന്നിരുന്നത്? is equal to 58 star 58 53. Okay, so 53 mod 77. ഇതിൻ്റെ വാല്യൂ എന്ത് വരും?
67 into 53. 67 is equal to 67 star 53 9. So the value is 9 mod 77. That is same as 9. So this was our original message. This is our message. So at the Bob side, Bob decrypted the message and obtained the original message back. Okay. അപ്പോൾ 9 സെൻഡ് ചെയ്തു. അപ്പോൾ അത് 58 ആയി മാറി. ബോബ് റിസീവ് ചെയ്തു. ബോബ് എന്ത് ചെയ്തു? അതിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുത്തു. ഫൈനലി ബോബ് ഒബ്റ്റെയിൻ ദി വാല്യൂ 9. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോഴാണെങ്കിലും വലിയ പവർ കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അതിൽ നമുക്ക് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ആ കേസിൽ വി ക്യാൻ സ്പ്ലിറ്റ് ദാറ്റ് ഇൻ ടു പാർട്സ് ആൻഡ് ദെൻ കമ്പ്യൂട്ട് ദി mode of each, then apply the multiplication and again apply the mode value. That is a into b mod n is equal to a mod n into b mod n whole mod n. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. ആക്ച്വൽ പ്രോഗ്രാമിൻ്റെ കേസിലും ചിലപ്പോൾ ചില കേസിൽ വലിയ നമ്പറിൻ്റെ കേസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പാക്കേജുകൾ ആൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേക്കാം. ഓക്കെ. നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ മാനുവലി പേപ്പർ ആൻഡ് പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ. ഓക്കെ. പിന്നെ വലിയ നമ്പറിൻ്റെ കേസിലും പാക്കേജുകളിനകത്തും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, കാരണം വലിയ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ച്വൽ കേസിൽ വലിയ നമ്പേഴ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം കമ്പ്യൂട്ടേഷൻ ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിസം യൂസ് ചെയ്തിട്ട് പവർ കണ്ടുപിടിക്കേണ്ടി വരും. Okay, so this is about how the encryption and decryption will work on RSA algorithm.